നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അയ്യേ, ഈ പാട്ടക്കാറിലാണോ നമ്മൾ മണ്ഡപത്തിലേക്ക് പോകുന്നേ? പൂജയ്ക്ക് പോയപ്പോ വഴി കിടന്ന കാറല്ലേ? അതൊക്കെ രഘു ശരിയാക്കി. കുറച്ചു ദൂരമല്ലേ ഉള്ളൂ. കുറച്ചു ദൂരെ ഉള്ളൂന്ന് കരുതി കല്യാണ പെണ്ണ് ചെന്നിറങ്ങേണ്ട വണ്ടിയാണോ ഇത്? ഒരുപാട് കല്യാണങ്ങൾക്ക് ഓടിയിട്ടുള്ള കാറാ ഇത്. അറിയാഞ്ഞിട്ടാ. ഇതി ചെന്നിറങ്ങിയ ശിവാനി മോളുടെ ജീവിതം അടിപൊളിയായിരിക്കും. പിന്നെ തൊട്ടാ സെപ്റ്റിക് ആവുന്ന ഈ കാറ് കേറിട്ടില്ലേ ഐശ്വര്യദേവതയുടെ ടൂറ്. ഇവളെ കെട്ടാൻ പോകുന്നതേ ഈശ്വരമംഗലത്തെ കോടീശ്വരനായ ഗൗതം മോന. അതിന് പറ്റിയ സ്റ്റാറ്റസ് ഉള്ള വണ്ടിയിൽ വേണം ഇവള് പോവാൻ. കല്യാണം കഴിഞ്ഞാലല്ലേ സ്റ്റേറ്റസ് മാറുള്ളൂ. അല്ലടി, ഗൗതമിന്റെ ഭാര്യയാവാൻ പോകുന്നവൾക്ക് ഒരു സ്റ്റാറ്റസ് ഉണ്ട്. ടൈറ്റാനിക് പോലുള്ള കാറിലെ എന്റെ മോള് ഇവിടുന്ന് ഇറങ്ങും. ടൈറ്റാനിക് യാത്ര പൂർത്തിയാക്കാതെ മുങ്ങിപ്പോയതാണ്. അതുപോലെ ആവണോ ഈ യാത്ര? ഇടി, ശിവാനി മണ്ഡപത്തിലേക്ക് ഇറങ്ങുമ്പോ തന്നെ നീ അവളെ ശപിക്കുകയാണോ? ഞാൻ ആരെയും ശപിച്ചില്ല. അമ്മായി തന്നെയാ ആറം പറ്റുന്ന വാചകങ്ങൾ പറഞ്ഞത്. ടൈറ്റാനിക് പോലത്തെ കാർ എന്ന് പറഞ്ഞത് എങ്ങനെയാണ് അറം പറ്റുന്നത്? അതോ നീ അറം പറ്റിക്കുന്നതാണോ? എന്റെ മോളുടെ ജീവിതം നീ കടലിൽ മുക്കോ? അതിനായിരുന്നെങ്കിൽ എന്റെ ചേച്ചിക്ക് ഈ കല്യാണം നേരത്തെ മുടക്കായിരുന്നു. എടാ ചെറുക്ക, നീ കൂടുതൽ വിളയല്ലേ? കുറച്ച് ദിവസം മുമ്പ് നിനക്ക് ഫീസ് അടച്ചത് വരെ എങ്ങനെയാണെന്ന് എനിക്കറിയാം. ആണോ? എങ്കിൽ അതും പറ്റുബുക്കിൽ എഴുതി വെച്ചോ. ഇടയ്ക്കിടയ്ക്ക് എടുത്തു നോക്കി നെടുവീർപ്പിടാം. നിഖിലേ, മതി. നീ ആവശ്യമില്ലാതെ സംസാരിക്കണ്ട. അവ സംസാരിക്കട്ടെടി. ചോറ് തന്ന കൈക്ക് നിരന്തരം കൊത്തിക്കൊണ്ടേയിരിക്കണം. എന്നാലേ മാക്സിമം ശാപം കിട്ടി മുടിഞ്ഞു കുത്തുപാള എടുക്കും. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴെങ്കിലും ഇത്തരം വാക്കുകൾ ഒഴിവാക്കിക്കൂടെ എടുത്തി? ഓഹോ, ഇപ്പൊ കുറ്റക്കാരി എന്റെ അമ്മയോ? അപ്പൊ നിധി നിഖിലിനെ ഇവിടെ കിടന്ന് കുറച്ചത് ആരും കേട്ടില്ലേ? മതി, നിർത്ത്. രഘു ഈ കുടുംബത്തിന് പുറത്തുള്ള ആളാ. അത് പോലും നോക്കാതെ ഇങ്ങനെ കടിപിടി കൂടാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? രഘു എന്തിനാ എവിടെ നിൽക്കുന്നേ? ആ ശകടത്തിൽ ഞാനും എന്റെ മോളും വരുന്നില്ല. കണ്ടോ, വധുവിനും വധുവിന്റെ അച്ഛനും അമ്മയ്ക്കും സഞ്ചരിക്കാൻ വേണ്ടി പാർവതി പറഞ്ഞു വിട്ട കാറ. ഞങ്ങൾ അതിലെ മണ്ഡപത്തിലേക്ക് പോകുന്നത്. ശരി, നീയും നിന്റെ മോളും ആ ടൈറ്റാനിക്കിൽ പൊക്കോ. ഞങ്ങള് രഘുവിന്റെ കാറിലേ വരുന്നുള്ളൂ. അതൊന്നും നടക്കില്ല. അച്ഛനും ഞങ്ങളുടെ കൂടെ വരണം. അല്ലെങ്കിൽ നമ്മളൊക്കെ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അവർക്ക് തോന്നും. സോറി, ചെറുക്കം വീട്ടുകാരുടെ സൗജന്യം സ്വീകരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അയ്യടാ, ഒരു അഭിമാനി. ഗൗതമിന്റെ വീട്ടുകാര് ആഭരണങ്ങളും തുണിയും മണിയും ഒക്കെ വാങ്ങി തന്നപ്പോ കൈനീട്ടി വാങ്ങിച്ചായിരുന്നല്ലോ. അപ്പ എവിടെയായിരുന്നു ഈ ആദർശം? കാശിക്ക് പോയിരിക്കായിരുന്നോ? നായയുടെ വേഷം കെട്ടിക്കഴിഞ്ഞാ പിന്നെ പൂച്ചയെ പോലെ പതുങ്ങി നിന്നിട്ട് കാര്യമില്ല. നല്ല അന്തസ്സായിട്ട് കുരയ്ക്കണം, ഞങ്ങളെപ്പോലെ. അമ്മായി പറഞ്ഞ പല കാര്യങ്ങളോടും എനിക്ക് യോജിപ്പില്ല. എന്നാലും അമ്മാവൻ അവിടെ ചെന്നിറങ്ങേണ്ടത് ശിവാനിയുടെ കൂടെയാ. അതെ ഏട്ടാ, നിങ്ങൾ ഒരുമിച്ച് പൊയ്ക്കോളൂ. ഞങ്ങൾ രഘുവിന്റെ കാറിൽ വന്നോളാം. ചെല്ലമ്മാവാ. ആ രഘു, ഞങ്ങളുടെ ലഗേജ് ആ വലിയ കാറിൽ കയറ്റി. അതാ ടൈറ്റാനിക്കിന്റെ കപ്പിത്താനോട് പറഞ്ഞാൽ മതി. എല്ലാം ഞാൻ എടുത്തോളാം, നിങ്ങൾ കേറ്. ഞാൻ പിടിക്കണോ?
കൺവെൻഷൻ സെന്ററിലേക്ക് വന്നാ മതി. ഞാൻ ഇവിടെ തന്നെയുണ്ട്. ആ വരൂ വരൂ, ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അകത്തേക്ക് ഇരിക്കാം. പെൺകുട്ടി നല്ല സുന്ദരിയാണ് കേട്ടോ. കൊള്ളാല്ലേ? നന്നായിട്ടുണ്ടല്ലേ? വെൽക്കം മാഡം. യ്യോ, ഇതൊക്കെ എന്തിനാ ഗോപിയേട്ട? എല്ലാം വസുന്ധരയുടെ ഏർപ്പാടാ. നീ സന്തോഷിക്കട്ടെ എന്ന് കരുതി ചെയ്തതാവും. എന്തൊക്കെ പറഞ്ഞാലും ആന്റിക്ക് അമ്മയെ വലിയ ഇഷ്ടാ. അതല്ല അമ്മയ്ക്ക് മാത്രം ഒക്കെ ഏർപ്പാടാക്കിയത്. എടുത്തി, എങ്ങനെയുണ്ട് അറേഞ്ച്മെന്റ്സ് ഒക്കെ? ഞങ്ങള് വന്നിറങ്ങിയതല്ലേ ഉള്ളൂ. എന്തായാലും നീ ഒന്നിനും കുറവ് വരുത്താതെ എല്ലാം സൂപ്പർ ആക്കുന്ന് ഞങ്ങൾക്കറിയാം. ഏട്ടന്റെ കല്യാണവും ഇതുപോലെ ആഘോഷമായിട്ട് നടത്തണമെന്നായിരുന്നു കുടുംബക്കാരുടെ ആഗ്രഹം. പക്ഷേ അതേതോ മലമൂട്ടിലെ ചെറിയ ക്ഷേത്രത്തിൽ വെച്ചല്ലേ നടത്തിയത്. അന്ന് കുടുംബത്തിലുള്ളവരുടെ സങ്കടം ഒന്ന് കാണേണ്ടതായിരുന്നു. പക്ഷേ ഏട്ടന് അന്ന് അതൊന്നും കാണാൻ കണ്ണില്ലായിരുന്നു. ഇപ്പൊ എന്തിനാ വസു അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? ഇപ്പോഴെങ്കിലും ഞാനത് പറയണ്ടേ? അന്ന് ഞാനടക്കമുള്ളവര് എത്ര വിഷമിച്ചിട്ട് ആ കല്യാണത്തിന് പങ്കെടുത്തതെന്ന് ഏട്ടത്തിക്ക് ഏറ്റവും നന്നായിട്ട് മനസ്സിലാവുന്ന സന്ദർഭം ഇതാ. നീ പറയുന്നതൊന്നും അന്നും ഇന്നും എനിക്കൊന്നും മനസ്സിലാവില്ല. വിവാഹം എന്നത് രണ്ടു മനസ്സുകൾ തമ്മിലുള്ള ഒത്തുചേരല. അതിന് ഇത്രയും ആർഭാടം കാണിക്കണമെന്നൊന്നുമില്ല. ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി താലികെട്ടി അനാഥാലയത്തിലെ 10 കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുത്താ അതിന്റെ ഗുണമെങ്കിലും ജീവിതത്തിൽ ഉണ്ടാവും. ഏട്ടത്തി, നല്ല ദിവസമായിട്ട് ഏട്ടത്തി എന്നോട് തർക്കിക്കാൻ വരുവാ? ഞാനിപ്പോ ആലോചിക്കുന്നത് ശിവാനിക്ക് കിട്ടാൻ പോകുന്ന ഭാഗ്യത്തെക്കുറിച്ചാ. ഏട്ടത്തിയെ പോലെ തന്നെ ഇനി അവൾക്കും ഇത്തരം വലിയ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാമല്ലോ. ശ്ശോ.